നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ഇന്നലെ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ലൈനുകൾ നിങ്ങൾക്കിവിടെ കാണാം. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇന്നലെ നമ്മൾ വരച്ചിരുന്ന ആ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴത്തേക്ക് അത് മൂവ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ടിലേക്ക് അത് മൂവ് ചെയ്തു എങ്കിലും അവിടെ വരെ മാർക്കറ്റിന് എത്താൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് വെച്ചിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നൊരു കാഴ്ചയാണ്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ മൂവ് ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോ ടു ഹൈ എടുത്തു കഴിഞ്ഞാൽ 0.67 അതായത് 166 പോയിൻറ്റിൻ്റെ ഒരു മൂവാണ് ഇന്ന് നടത്തിയേക്കുന്നത്. അപ്പോൾ ഇത് ഡൗൺ സൈഡ് നല്ലൊരു ട്രെൻഡിങ് മാർക്കറ്റായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിനി നമ്മളുടെ സ്റ്റോക്കുകൾ റിവേഴ്സൽ ട്രേഡിംഗ് നടത്താൻ പാകത്തിന് 5 സ്റ്റോക്കുകളാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി പൂർണ്ണമായും പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഏതൊരാൾക്കും നമ്മളോടൊപ്പം ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഓൾറെഡി കുറച്ചധികം ദിവസത്തെ ബാക്ക് ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ ദിവസവും നമ്മൾ മുന്നിലേക്ക് ഒരു 200 ദിവസം ഈ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് നോക്കി പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഭംഗിയായി പഠിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിച്ചേക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ 5 വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ ഇന്നെങ്ങനെ പെർഫോം ചെയ്തു എന്നതിലേക്ക് നമുക്ക് പോകാം. ഒപ്പം തന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ നമുക്കൊരു ചെറിയ പ്രോത്സാഹനം എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ NDPCയിലേക്ക് നമുക്ക് പോകാം. NDPC ഇന്നെങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, തുടക്കക്കാരായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ നമ്മൾ പറയുകയാണ്. നമ്മൾ ഇവിടെ ബൈ ചെയ്യുകയാണെങ്കിൽ എല്ലായ്പ്പോഴും അതൊരു സപ്പോർട്ട് ലൈനിലായിരിക്കും ബൈ ചെയ്യുക. സപ്പോർട്ട് ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മാർക്കറ്റിൽ പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്ന് കരുതുക. താഴത്തേക്ക് വരുമ്പോൾ ഉള്ള ഹഡിൽ താഴത്തൊരു സപ്പോർട്ട് ലൈൻ, ഇവിടെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഇതൊരു സപ്പോർട്ടാണ്, ഇതൊരു സപ്പോർട്ടാണ്, ഇതൊരു സപ്പോർട്ടാണ്. നേരെ മറിച്ച് ഇത് മുകളിലേക്ക് പോകുമ്പോൾ ഈ പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുക, മുകളിലേക്ക് പോകാൻ ഒരു തടസ്സം. അപ്പോൾ ഇവിടെ നമ്മൾ സെല്ല് ചെയ്യും, ഇവിടെ റെസിസ്റ്റൻസ് ആണ്, ഇവിടെ നമ്മൾ സെല്ലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സപ്പോർട്ടുകളിലെല്ലാം നമ്മൾ ബൈ ആണ് ചെയ്യുക. ഇവിടെ ബൈ ചെയ്യും, ഇവിടെ ബൈ ചെയ്യും, ഇവിടെ ബൈ ചെയ്യും എന്ന് വെച്ചിട്ട് ഒരു ദിവസം നമ്മൾ നമ്പർ ഓഫ് ബൈയും സെല്ലും ചെയ്യത്തില്ല. ഒരൊറ്റ ബൈ അല്ലെങ്കിൽ ഒരൊറ്റ സെല്ല് നമ്മൾ ഒരു ദിവസം ചെയ്യത്തുള്ളൂ. അതായത് ഒരു ട്രേഡേ നമ്മൾ ഒരു ദിവസം ചെയ്യത്തുള്ളൂ. അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എവിടെയായിരുന്നാലും അവിടുന്ന് നിയറസ്റ്റ് സപ്പോർട്ട് എവിടെയാണോ അവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ബൈ ചെയ്യും, നിയറസ്റ്റ് റെസിസ്റ്റൻസ് എവിടെയാണോ അവിടെ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യും. ഇതല്ലാതെ ഒരു ദിവസവും മാർക്കറ്റിൽ നമ്മൾ മറ്റൊന്നും ചെയ്യുന്നില്ല. സിമ്പിളി ഓവർ ട്രേഡ് ചെയ്യാതെ ഒരു ദിവസം ഒരു ട്രേഡ് വെച്ച് റിസ്ക് റിവാർഡ് 1:2 വെച്ച് നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരുന്നാൽ 200 ദിവസം കൊണ്ട് എന്ത് കിട്ടും എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത 200 ദിവസം വാച്ച് ചെയ്താൽ മതി. കൃത്യമായ കണക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. അപ്പോൾ ഡിസിപ്ലിൻ കൊണ്ട് മാത്രം, ഒരൊറ്റ സ്ട്രാറ്റജി കൊണ്ട് മാത്രം ട്രേഡിൽ വിജയിക്കാൻ പറ്റുമോ ഇല്ലയോ അടുത്ത 200 ദിവസത്തേക്ക് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായിട്ട്, മറ്റാരും പറഞ്ഞു തരാതെ കൃത്യമായിട്ട് ഇത് മനസ്സിലാവുന്നുണ്ടാകും. ഒപ്പം ഈ ഒരു രീതി ഫോളോ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുമുണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് NDPCയുടെ ഇന്നലെ നമ്മൾ കണ്ടുവച്ചിരുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സപ്പോർട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ഈ ഒരു വലിയ മൂവ് ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വൺ സൈഡഡ് മൂവ് ഇവിടെ നടത്തിയപ്പോൾ ഇതെന്തായാലും ഒരു ഓർഡർ ബ്ലോക്കായി മാറിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മളിവിടെ സപ്പോർട്ട് ലൈൻ വരച്ചിരുന്നത്. അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ ഇതൊരു സപ്പോർട്ട് ഏരിയ, അതായത് ഓർഡർ ബ്ലോക്കായിട്ട് മാറിയിട്ടുണ്ടാകും. നമ്മളിവിടെ ഒരു സപ്പോർട്ട് ലൈൻ വരച്ചു. പിന്നെ ഉള്ളത് ഒരെണ്ണം താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിവിടെയാണ് കണ്ടിരുന്നത്, അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിലുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇന്നലത്തെ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതല്ല, മറിച്ച് ഇത് കുറച്ച് ഹിസ്റ്റോറിക്കലി ബാക്കിലേക്ക് പോയിട്ട് ഇവിടുന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഈ വൺ സൈഡഡ് മൂവ് താഴത്തേക്ക് വന്നു, അതിനുശേഷം മുകളിലേക്ക് ഒരു റീടെസ്റ്റ് തന്നു. അപ്പോൾ ഈ ലൈനാണ് നമ്മൾ അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാം, ഫസ്റ്റ് വന്ന് ഹിറ്റ് ചെയ്തേക്കുന്നത് താഴത്തേക്കാണ് വന്ന് ഹിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് തിരിച്ച് പോകുമ്പോൾ, അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഹിറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ബൈ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്താൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്തു, മുകളിലത്തെ ഈ ഒരു ലൈനിൽ വന്ന് ടച്ച് ചെയ്യേണ്ടതാണ്, പക്ഷേ അവിടെ വരെ അത് വന്നിട്ടില്ല. എനിവേ 1:2 റിസ്ക് റിവാർഡ് വെക്കുന്ന ഒരാൾക്ക് നമ്മൾ 0.5% സ്റ്റോപ്പ് ലോസ് എല്ലായ്പ്പോഴും വെക്കുന്നത്. അതുകൊണ്ട് തന്നെ 1% ഇവിടെ നമുക്ക് ഇത് മുകളിലേക്ക് മൂവ് തന്നിട്ടുണ്ട്. സോ ദാറ്റ് നമുക്കിവിടെ 1:2 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടി. ഇനി BPSൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു നിയറസ്റ്റ് സപ്പോർട്ടിൽ നമ്മൾ ബൈ ചെയ്യും. ഇവിടെ ഓപ്പൺ ചെയ്താൽ എന്തായാലും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും, താഴത്തായിരിക്കും.
അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തൊരു സംഭവം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമായിരുന്നു, നമ്മൾ ബൈ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ഹിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ ഈ ലൈനിൽ നമ്മൾ ബൈയോ സെല്ലോ ചെയ്യുന്നുണ്ടാവില്ല. എങ്ങോട്ടെങ്കിലും മാർക്കറ്റിനൊന്ന് മൂവ് ചെയ്യണമല്ലോ, എന്നിട്ട് വേണമല്ലോ അതിന് സപ്പോർട്ടോ ഇല്ലെങ്കിൽ റെസിസ്റ്റൻസോ ഫീൽ ചെയ്യാൻ. അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇവിടെ സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല, എനിവേ നമ്മൾ ഈ ക്യാൻഡലിൻ്റെ സമയത്ത് സിസ്റ്റത്തിന് മുന്നിലില്ല, കഴിഞ്ഞ പല ദിവസങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ സെല്ല് ചെയ്യുന്ന ഈ ലൈനിൽ നിന്നായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യത്തില്ല, ഇതുപോലെയുള്ള സപ്പോർട്ടുകളിൽ മാത്രമേ ബൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇവിടെ സെല്ല് ചെയ്യാം, ഇവിടെ സെല്ല് ചെയ്യാം, മിഡിൽ പോയിൻ്റ് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ സെല്ലൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പോൾ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ സെല്ല് ചെയ്യും. ഇവിടെ വെച്ച് സെല്ല് ചെയ്താൽ പിന്നെ ഒന്നും നോക്കാനില്ല, മുകളിലേക്ക് പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് ഇതിനകത്ത് നമുക്ക് ലോസേ കിട്ടത്തുള്ളൂ, നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്തിട്ടില്ല. കാരണം മറ്റൊന്നുമില്ല, നമ്മൾ കണ്ടു നിഫ്റ്റി 50 ഡൗൺ ട്രെൻഡ് കൊടുത്തപ്പോൾ ഇത് ഫസ്റ്റ് ഹാഫ് ആൻ അവർ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളിൽ ഇത് അപ് ട്രെൻഡാണ് കൊടുത്തത്, അതിന് ശേഷമാണ് ഇത് ട്രെൻഡ് റിവേഴ്സലായത്. അപ്പോൾ നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് അതിൽ കിട്ടത്തുള്ളായിരുന്നു. ഇനി പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ പവർ ഗ്രിഡ് നമുക്ക് കാണാം, ഇവിടെ സപ്പോർട്ടിലേക്ക് ഫസ്റ്റിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടില്ല അത്. അപ്പോൾ സപ്പോർട്ടിൽ ഇത് ഹിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിവിടെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് താഴത്ത് വരെ വന്നു, പക്ഷേ സപ്പോർട്ട് ലൈനിൽ ഹിറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഓർഡർ കിടക്കുന്ന ഈ സപ്പോർട്ട് ലൈനിലായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് മുകളിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് സെല്ലാണ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 289.90. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ഫിഗർ കണക്ക് കൂട്ടുവാണെങ്കിൽ 290 ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ട്രേഡ് എൻട്രി ഇടുന്നത്. എനിവേ ഇവിടെ നിന്നായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഇവിടെ നിന്ന് സെല്ല് ചെയ്താൽ പിന്നെ ഇവിടെ നമുക്ക് 1:2 ഇവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ, അതല്ല എങ്കിൽ 1:2 ഏതാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ എടുത്തുകൊണ്ട് എക്സിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സെല്ല് ചെയ്താൽ താഴത്ത് ഇവിടെ വരെ ഈ സപ്പോർട്ടിൽ വരെ 0.71% ഉള്ളൂ, നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മളവിടെ എക്സിറ്റ് എടുക്കത്തില്ല. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോ വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ 287.20 അപ്പോൾ 287.20 വന്നപ്പോൾ നമുക്ക് 0.92% അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, 1% അച്ചീവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളവിടെ എക്സിറ്റ് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ 3 മണിക്കായിരിക്കും പിന്നെ നമ്മൾ എക്സിറ്റ് എടുക്കുന്നത്. 3 മണിയാകുമ്പോൾ എക്സിറ്റ് എടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ എക്സിറ്റ് എടുക്കും. അങ്ങനെയാണ് 0.57 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 0.57 എന്ന് പറയുമ്പോൾ ഏകദേശം 1:1 എബോ. ഇനി അവിടെ എക്സിറ്റ് ചെയ്യുന്നില്ല, മാർക്കറ്റിൻ്റെ എൻഡ് വരെ ആരെങ്കിലും കാത്തിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മാർക്കറ്റിൻ്റെ എൻഡ് വരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബ്രോക്കർ സ്ക്വയർ ഓഫ് ചെയ്യുന്നുണ്ടാകും. ഏകദേശം 3:15 അവർ സ്ക്വയർ ഓഫ് ചെയ്ത് മാറ്റാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എനിവേ നമുക്ക് ലാസ്റ്റ് ആണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പോലും 3:25 മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ഇവിടെയാണ്. അപ്പോൾ നമുക്ക് 1:1 പോലും കിട്ടിയിട്ടുണ്ടാവില്ല, 0.4 അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകത്തുള്ളൂ. അപ്പോൾ 1:1 കിട്ടണമെങ്കിൽ നമുക്ക് 0.5% കിട്ടണം. അപ്പോൾ എന്തായാലും പോസിറ്റീവ്ലി അത് എക്സിറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കണ്ടതിനകത്ത് 3 എണ്ണത്തിൽ 1 എണ്ണം സ്റ്റോപ്പ് ലോസും ബാക്കി 2 എണ്ണത്തിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വിപ്രോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് ഫസ്റ്റ് വന്ന് ഹിറ്റ് ചെയ്തേക്കുന്ന താഴത്തേക്കാണോ ഇല്ലെങ്കിൽ മുകളിലത്തെ റെസിസ്റ്റൻസിലാണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ നമുക്കിവിടെ 1 മിനിറ്റ് ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് അത് കാണാൻ പറ്റുന്നത്. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് താഴത്തേക്കും പോയിട്ടുണ്ട്, മുകളിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ആ ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയുന്നത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 263.51. നമ്മളവിടെ ഓർഡർ ഇടുന്നുണ്ടാകുമെങ്കിൽ നമ്മൾ ഓർഡർ ഇട്ടേക്കുന്നത് 253.54 ആയിരിക്കും. ഇതാണ് നമ്മുടെ ലൈൻ. അപ്പോൾ 253.54 എന്ന് പറയുമ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് ഒരു 55 ആയിരിക്കും ഓർഡർ ഇടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 253.51. അപ്പോൾ അതെന്തായാലും അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇവിടെ താഴത്ത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ താഴത്ത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ നോക്കിക്കഴിഞ്ഞാൽ 261.63. അപ്പോൾ അത് നമ്മളത് റൗണ്ട് ചെയ്യുന്നുണ്ടാകും, അത് 55. കാരണം ഇത് ഫസ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ അതിൻ്റെ ലോ വെച്ചേക്കുന്നത് 261.69. 70 കൂട്ടിക്കോളൂ, 261.70. അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ലോ രണ്ടാമത് വന്നപ്പോഴുള്ള ലോ നോക്കിക്കഴിഞ്ഞാൽ 261.66. സോ ഇതിനെ കുറച്ചും കൂടെ മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ വെക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ലോയിലേക്കായിരിക്കും നമ്മൾ പിന്നെ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ താഴത്തുനിന്ന് നമുക്ക് എൻട്രി കിട്ടും. താഴത്തുനിന്ന് നമുക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ
നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നത്തെ റിസൾട്ട് എന്താണെന്ന് നോക്കിയാൽ, അതായത് ഇന്നത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി അനുസരിച്ച് ഒരാൾ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ അയാൾക്കന്ന് പ്രോഫിറ്റാണ് കിട്ടുന്നതെങ്കിൽ അയാൾ വാങ്ങിച്ചേക്കുന്നത് ബൈ ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അന്നത്തെ മാർക്കറ്റിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരാൾ സെല്ല് ചെയ്തു, ഇന്ന് ഷോർട്ട് ചെയ്തിട്ടാണ് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ അയാൾക്ക് അന്നത്തെ മാർക്കറ്റിൻ്റെ ഏറ്റവും ഹൈ പ്രൈസിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാം, ഈ ലോ പ്രൈസിൽ തന്നെയാണ് നമുക്കിന്ന് എൻട്രി കിട്ടുന്നത്. ഇവിടുന്ന് എൻട്രി എടുത്ത ഒരാൾക്ക് പിന്നെ മുകളിലേക്ക് 1:1.44% ചേഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1:, നമുക്ക് എത്ര മതി, 1% മതി നമുക്ക്. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടും. അതിവിടെ വെച്ചിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ 45 മിനിറ്റിനുള്ളിൽ അത് അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ, അതായത് ബൈ ലോ സെല് ഹൈ, ഇത് പലവട്ടം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുക, കൂടിയ വിലയ്ക്ക് വിൽക്കുക. പക്ഷേ റണ്ണിങ് മാർക്കറ്റിൽ ഏതാണ് കൂടിയ വില ഏതാണ് കുറഞ്ഞ വിലയെന്ന് നമുക്കറിയത്തില്ല. അതറിയാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. റിവേഴ്സൽ ട്രേഡിൽ മാത്രമേ അത് നമുക്ക് കിട്ടാൻ മാർഗ്ഗം ഉള്ളൂ എന്നതാണ് എൻ്റെ ഈ ഒരു 2.5-3 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും അഡ്വാൻസ്ഡ് ആണ് എന്ന് മനസ്സിലായത് കൊണ്ടിട്ടാണ് നമ്മൾ പല സ്ട്രാറ്റജികളും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ സ്ട്രാറ്റജിയിലേക്ക് വന്ന് ചേരാനുള്ള കാരണം, ഇത് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബ്ലൈൻഡായിട്ട് നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇന്ന് നമ്മൾ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ അറിയാം, -243 നിങ്ങളിവിടെ കാണുന്നുണ്ട്. നമുക്ക് 1 പോർഷൻ ലോസാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ബ്ലൈൻഡിൽ ചെയ്യാവുന്നൊരു സ്ട്രാറ്റജിയാണ്. ആ രീതിയിലാണ് നമ്മളിതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഓപ്പൺ ചെയ്തേക്കുന്നത് ഇവിടെയാണ്. നമ്മൾ പറഞ്ഞു പ്രൈസ് എവിടെയാണോ ഓപ്പൺ ചെയ്യുന്നത് തൊട്ടടുത്ത റെസിസ്റ്റൻസ് പോയി ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് സെല്ല് ചെയ്യുന്നുണ്ടാവും. തൊട്ടടുത്ത സപ്പോർട്ടിൽ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്യുന്നുണ്ടാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വന്ന് താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യുവാണ് ഈ സപ്പോർട്ടിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ ബൈ ചെയ്യും. 1 മിനിറ്റ് ക്യാൻഡിൽ എന്താ സംഭവിച്ചതെന്നും കൂടെ ഒന്ന് നോക്കിപ്പോവാം നമുക്ക്, വെറുതെ ഒരു അറിവിന് വേണ്ടി മാത്രം. ഇവിടെ 1 മിനിറ്റ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ ഇതിവിടെ സപ്പോർട്ട് കിട്ടുന്ന പോലെ, ഇല്ലെങ്കിൽ ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് ആ ക്യാൻഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. ആ ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ എൻട്രി എടുത്തു. പിന്നെ സ്റ്റോപ്പ് ലോസ് 0.5 എന്ന് നിങ്ങൾക്കറിയാലോ. 0.5 എന്ന് പറയുമ്പോൾ ഈ ഏരിയയിലാണ്. അപ്പോൾ ഈ സെക്കൻഡ് ക്യാൻഡിൽ അല്ല തേർഡ് ക്യാൻഡിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്നത്. അപ്പോൾ എനിവേ നമുക്ക് 5 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തതിന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നമുക്കിവിടെ താഴത്തേക്ക് ആ ക്യാൻഡിൽ വലിയ രീതിയിൽ മൂവ് ചെയ്യാണ്, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. നമ്മൾക്ക് ഇത് പെട്ടെന്ന് മൂവ് നടന്നു, നമ്മൾ കുറച്ച് ഡിലേ ആയിപ്പോയെങ്കിൽ പിന്നെ കിട്ടാവുന്ന എൻട്രി സെക്കൻഡ് ലൈനിലാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നമ്മൾ ബൈ ചെയ്താലും അവിടെ നിന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, തേർഡ് ലൈൻ ആരെങ്കിലും, അതായത് ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസിങ്ങിന് ശേഷം എൻട്രി എടുക്കുന്ന ഒരാൾക്ക് മാത്രമേ തേർഡ് ലൈനിൽ നിന്ന് നമുക്ക് എൻട്രി കിട്ടത്തുള്ളൂ. അങ്ങനെ ഈ തേർഡ് ലൈനിൽ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു അയാൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. 0.5% സ്റ്റോപ്പ് ലോസ് അയാൾക്ക് ഹിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റിലേക്ക് അത് പോയിട്ടുമില്ല. എന്തൊക്കെ പറഞ്ഞാലും അതിൽ നിന്ന് ക്ലോസ് ചെയ്തേക്കുന്ന ലോസിൽ തന്നെയാണ്. സോ ദാറ്റ് ഇന്നത്തെ ദിവസം നമുക്ക് ഈ സ്റ്റോക്കിൽ റിവേഴ്സൽ ട്രേഡിങ്ങിൽ നമുക്ക് പ്രോഫിറ്റ് എനിവേ കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ലോസ് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നമ്മുടെ ജേണലിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, ഇതിപ്പോൾ 12 ദിവസം നമ്മൾ ഓൾറെഡി ട്രേഡ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ പ്രോഫിറ്റ് ഡേയ്സ് 6 ലോസിങ് ഡേയ്സ് 6. അപ്പോൾ 50% വിൻ റേഷ്യോ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റുള്ളത് 3% പ്രോഫിറ്റിലാണ്. അപ്പോൾ നാളെ ഒരു ദിവസം കൂടെ ലോസ് വന്നാൽ പോലും നമ്മൾ 0 ബ്രേക്ക് ഈവനിൽ നിൽക്കാനായിട്ടുള്ളൊരു സാധ്യതയാണുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 5 ദിവസത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഈ ടോട്ടൽ 5 ഡേയ്സിനകത്ത് 4 ദിവസവും നമുക്ക് പ്രോഫിറ്റ് കിട്ടി, ഒരു ദിവസം മാത്രമേ നമുക്ക് ലോസ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു, ഒരു ദിവസം മാത്രമായിരുന്നു ലോസ്. ഈ ആഴ്ച തുടങ്ങിയപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് 2 ലോസാണ് വന്നേക്കുന്നത്. ഇനി 3 ദിവസം കൂടെ ഉണ്ട്. അതിൽ പ്രോഫിറ്റ് ഒരു 2 എണ്ണം കയറി വന്നാൽ പോലും ഈ ആഴ്ചയും നമ്മൾ പ്രോഫിറ്റിലേക്ക് മാറുന്നുണ്ടാകും. കഴിഞ്ഞ ആഴ്ച കൊണ്ട് നമുക്ക് നല്ലൊരു പ്രോഫിറ്റിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നതാണ്. പക്ഷേ മാർക്കറ്റ് മൂവ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ജസ്റ്റ് 1:1 ജസ്റ്റ് ബ്രേക്ക് ഈവനോ ഒക്കെ എടുത്ത് 2-3 ദിവസങ്ങളിൽ നമുക്ക് എക്സിറ്റ് എടുക്കേണ്ടി വന്നു. അതല്ലായിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ 50% വിൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു പ്രോഫിറ്റ് കാണിക്കേണ്ടതായിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം മൊമെൻറ്റം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ ഈ മാസം പല ദിവസങ്ങളിലും, ഒന്നാമത്തെ ദിവസം തന്നെ നമുക്ക് ടാർഗറ്റ് ഹിറ്റായിരുന്നില്ല. ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടല്ലോ, ഒരു സ്റ്റോക്കിനകത്ത് ആ സ്റ്റോക്ക് തന്നെ ടോട്ടൽ
1% മൂവ് ചെയ്തിട്ടുള്ളൂ, ഇല്ല 1.16% മൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ടാർഗറ്റ് അതിനുള്ളിൽ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞതുകൊണ്ട് സംഭവിച്ചേക്കുന്നതാണ്. എനിവേ, നമുക്ക് ഇപ്പോൾ 38 ദിവസം ട്രേഡ് ചെയ്തപ്പോൾ 21 ദിവസം ലോസും 17 ദിവസം പ്രോഫിറ്റുമാണ്. അപ്പോൾ കൂടുതൽ ദിവസം നമുക്ക് ലോസാണ് സംഭവിച്ചേക്കുന്നത്. അതായത് നമ്മളുടെ വിൻ റേഷ്യോ എന്ന് പറയുന്നത് 45% ആണ്, പക്ഷേ നമ്മൾ നെറ്റ് അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ട്രേഡിൽ പാലിച്ച ഡിസിപ്ലിനാണ്. ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നത് മാത്രം, പ്ലസ് 1:2 റിസ്ക് റിവാർഡ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ അക്കൗണ്ടിലുള്ള ഫുൾ എമൗണ്ട് ഇട്ടിട്ട് ഒരിക്കലും ട്രേഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ 18,000 രൂപ നമ്മുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ഇറക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്വാണ്ടിറ്റി ഇവിടെ കയറി വന്നു. അതായത് മൊത്തമുള്ള തുക എത്രയാണോ അക്കൗണ്ടിൽ അതിൻ്റെ നേരെ പകുതി ഓട്ടോമാറ്റിക് 50% ട്രേഡിൽ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ബൈ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇതേപോലെ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ ബൈ ഡിഫോൾട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, അത് ഇവിടെ വരുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അത് നമ്മൾ പെർസെൻറ്റേജിലാണ് വെക്കുന്നത്. ടാർഗറ്റ് എല്ലായ്പ്പോഴും നമ്മൾ 1% ആണ് വെച്ച് കൊടുക്കുന്നത്. സ്റ്റോപ്പ് ലോസ് അതേപോലെ തന്നെ 0.5% ആണ്. ഇങ്ങനെ 0.5% എന്നുള്ളത് കറക്റ്റ് ചെയ്യണം, കാരണം ഓട്ടോമാറ്റിക്കലി വരുന്നത് 1% ആയിരിക്കും രണ്ടും വരുന്നത്. അപ്പോൾ ഇത് 0.5% വെച്ചിട്ട് ഇത് 1% ആണെന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലുള്ള ഫുൾ എമൗണ്ടിൻ്റെ പകുതി എല്ലായ്പ്പോഴും അലോക്കേറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് 2-3 ദിവസം നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് കരുതുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലെ പൈസ കുറഞ്ഞ് വരുന്നുണ്ടല്ലോ. അതിനനുസരിച്ചിട്ട് നമ്മുടെ പൊസിഷൻ സൈസിങ് ഇന്നിപ്പോൾ 186 ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടാൽ അറിയാം നമ്മുടെ അക്കൗണ്ടിൽ കൂടുതൽ പൈസ ഉണ്ടായിരുന്ന സമയത്തൊക്കെ 190, 199, അതേസമയം ഷെയറിൻ്റെ പ്രൈസിൻ്റെ കൂട്ടിലും കുറയലും. ഇപ്പോൾ വന്നിട്ട് ഇന്ന് 251. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 260, 70 ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മുടെ ക്വാണ്ടിറ്റി കുറവും, ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ കൂടുതലുണ്ടായിരുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റിയും ഒക്കെ നമ്മൾ എടുക്കുന്നതായിട്ട് കണ്ടു. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലിയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് പ്ലസ് ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇമാതിരിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ, അതായത് സ്ട്രാറ്റജി അല്ല നമ്മൾ വിജയിപ്പിക്കുന്നത്, മറിച്ച് റിസ്ക് റിവാർഡ്, ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, പൊസിഷൻ സൈസിങ്, ഇത്തരം കുറച്ച് ഇത്തരം കുറച്ച് മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ റിസ്ക് റിവാർഡ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ നിങ്ങളുടെ ഡിസിപ്ലിൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓവർ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 5-6 ട്രേഡ് ഒരു ദിവസം എടുക്കുന്നു. അയാൾ നെറ്റ് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്താൽ പോലും അയാൾ ആക്ച്വലി പ്രോഫിറ്റ് ആകണമെന്നില്ല, അന്നും അയാൾക്ക് ലോസ് ആകാൻ സാധ്യതയുണ്ട്, പ്രൊവൈഡഡ് അയാൾ ഓവർ ട്രേഡ് ചെയ്തിട്ട് വരുന്ന ചാർജസ് ഈ കിട്ടിയ പ്രോഫിറ്റിനേലും കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു 2 വർഷം പിന്നിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കേസിൽ സ്ഥിരം അങ്ങനെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ലോസ് വരുന്ന ദിവസവും അതുപോലെ തന്നെ പ്രോഫിറ്റ് വരുന്ന ദിവസത്തിൽ കുറച്ചധികം ദിവസം പോലും നമ്മൾ നെറ്റ് ലോസിൽ പോകാറുണ്ട്. അത് പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകത്ത് പോലുമില്ല. പിന്നീട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനായിരിക്കും നമുക്കത് മനസ്സിലാകുന്നത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിലും ചാർജ് അതിൽ കൂടുതൽ വന്നു, അതുകൊണ്ട് നെറ്റ് ലോസിലാണ്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കണമെങ്കിൽ ഡിസിപ്ലിൻ വരണമെങ്കിലും നിങ്ങൾ ട്രേഡ് ലിമിറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതായത് ഇപ്പോൾ പല രീതിയിൽ ഇപ്പോൾ ഒരു ദിവസം 2 ട്രേഡ് എടുത്താലോ എന്തിൻ്റെ ആവശ്യം? ഒരാവശ്യമില്ല. ഒരു ദിവസം ഒരു ട്രേഡ് മതി എന്നതാണ് നമ്മുടെ ഒരു അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്, പ്ലസ് ഇപ്പോൾ ജേണൽ എഴുതുന്ന ശീലം എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഒരുപക്ഷെ ജേണൽ എഴുതാത്തവരാകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ തന്നെ പലരുടെയും വീഡിയോകൾ കണ്ടിരുന്ന സമയത്ത് അവരൊക്കെ ജേണൽ എഴുതുന്നതിൻ്റെ ആവശ്യകത പറയുന്നുണ്ടായിരുന്നു. പക്ഷേ 2-2.5 കൊല്ലത്തോളം ഈ പറഞ്ഞ വീഡിയോസ് എല്ലാം കണ്ട് ട്രേഡും ചെയ്തിട്ട് ജേണൽ എഴുതുന്നൊരു ശീലമില്ലായിരുന്നു. എന്നാണോ ജേണൽ എഴുതി തുടങ്ങിയത്, അതിന് ശേഷമാണ് ട്രേഡിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. എനിവേ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്